പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെ പുകഴ്ത്തി കോൺഗ്രസ് എം.പി. ശശി തരൂർ വീണ്ടും രംഗത്തിറങ്ങി. റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് നരേന്ദ്രമോദി സ്വീകരിച്ച നയം ശരിയാണെന്നാണ് ശശി തരൂർ പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞു. ഇന്ത്യയുടെ നിലപാടിനെ താൻ എതിർത്തത് അബദ്ധമായെന്നും അത് കൂട്ടിച്ചേർത്തു. ഡൽഹി റായ്സിന ഡയലോഗ് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ആഴ്ചയാണ് ഡൽഹിയിൽ കേരളത്തിലെ നേതാക്കളെ വിളിച്ചു വരുത്തി കോൺഗ്രസ് ദേശീയ നേതൃത്വം ശശി തരൂരിനെ വിലക്കിയത്. ആ വിലക്ക് മറികടന്നാണ് ഇന്നും മോദിയെ പുകഴ്ത്തിയത്. കഴിഞ്ഞ ദിവസം പിണറായി വിജയനുമായി എടുത്ത ഫോട്ടോ പങ്കുവച്ചതിന് ശേഷമാണ് ഈ പ്രസ്താവന നടത്തിയത്. റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ ശശി തരൂർ നേരത്തെ വിമർശിച്ചിരുന്നു. ആക്രമണത്തെ അപലപിക്കാൻ വേണ്ടി അന്ന് തരൂർ ആഹ്വാനം ചെയ്തിരുന്നു. 2022 ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ച ഒരാളാണ് ശശി തരൂർ. UN ചാർട്ടർ ലംഘനം, അതിർത്തി തത്വത്തിന്റെ ലംഘനം, യുക്രൈൻ എന്ന അംഗരാജ്യത്തിന്റെ പരമാധികാര ലംഘനം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു തന്റെ വിമർശനം. ഈ തത്വങ്ങളെല്ലാം ഒരു രാജ്യം ലംഘിച്ചാൽ നമ്മൾ അതിനെ അപലപിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ശശി തരൂർ പറഞ്ഞത്. എന്നാൽ 3 വർഷത്തിന് ശേഷം എനിക്ക് മനസ്സിലായി എന്റെ നിലപാട് അബദ്ധമായെന്ന്. കാരണം 2 ആഴ്ചയുടെ ഇടവേളയിൽ യുക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും കെട്ടിപ്പിടിക്കാനും രണ്ടിടത്തും അംഗീകരിക്കപ്പെടാനും കഴിയുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്കുണ്ടെന്ന് നയം വ്യക്തമാക്കുന്നു. ശാശ്വത സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യയുള്ളത്. അത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. തരൂർ ഇങ്ങനെ കൂടെ പാർട്ടിയെ ധിക്കരിച്ച് CPM-നെയും BJP-യെയും പുകഴ്ത്തി നടക്കുന്നത് നടപടി ഏറ്റുവാങ്ങാനാണോ എന്നാണ് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നത്. അവരുടെ സംശയവും ചോദ്യവും ന്യായവുമാണ്.